ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മളതിന് ഗോതമ്പ്, സ്പൈസസ് ഐറ്റംസ്, സീ ഫുഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ടൂൾസ്, മെഷീനറീസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, മെഡിസിൻസ്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഡയമണ്ട്സ് ഓൾസോ. 10 ലക്ഷം കണ്ടെയ്നർ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ കണ്ടെയ്നർ ടെർമിനലുള്ളത്. ഇവിടെ 2 ടൈപ്പ് കണ്ടെയ്നറാണ് ഉള്ളത്. വലുത് 40 അടിയും ചെറുത് 20 അടിയുമാണ്. ഈ ഇരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ 50% റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സ് ആണ്. കാരണം നമ്മളിവിടുന്ന് കയറ്റിയേക്കുന്ന സീ ഫുഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം ഡാമേജ് ആവാതിരിക്കാനായിട്ട് റെഫ്രിജറേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് 50% കണ്ടെയ്നേഴ്സും റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സാണ്. ഇരിക്കുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം പല പല രാജ്യങ്ങളുടേതാണ്, പല പല കമ്പനീസിൻ്റെതാണ്. ജപ്പാൻ, ചൈന, മലേഷ്യ, ഹോങ്കോങ്, അമേരിക്ക, അങ്ങനെ പല പല രാജ്യങ്ങളുടെ പല പല കമ്പനീസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. സാധ്യതയുണ്ട്. 6:30 ആണ് സൺസെറ്റ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയേ കിടക്കുന്നത്. ട്രെയിൻ ഓടി പോകുന്നുണ്ട്. ഓരോരോ കണ്ടെയ്നേഴ്സ് എടുത്തിട്ട് ഓരോരോ വെക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അത് അവിടെ കൊണ്ട് വെച്ചിട്ട് അത് വീണ്ടും തിരിച്ച് പോവുകയാണ്. ഇവിടെ ഈ കാണുന്ന ക്രെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് ക്രെയിൻ എന്ന് അറിയപ്പെടുന്നത്. ആ ഷിപ്പിന്റെ സൈഡിൽ കാണുന്ന ബ്ലൂ കളറുള്ള ക്രെയിൻ അത് ചൈനയുടെ ക്രെയിനാണ്. ഒരാളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 65 ടൺ വരെ ഉയർത്താനുള്ള കപ്പാസിറ്റിയാണ് ഈ ക്രെയിനുള്ളത്. ഒരാളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു 6 ക്രെയിൻസ് ആണ് ഈ കണ്ടെയ്നർ ടെർമിനലുള്ളത്. കണ്ടെയ്നർ ടെർമിനലിലുള്ള റെയിൽവേ ട്രാക്ക് ഉണ്ട്. റെയിൽവേ ട്രാക്കിലൂടെയാണ് മുന്നോട്ട് ഓടാൻ കഴിയുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഷിപ്പാണത്. ഇന്ത്യൻ ഡൊമസ്റ്റിക് ഷിപ്പാണ്. ഇന്ത്യക്ക് വെളിയിൽ പോകില്ല. ഇതിൽ ഒരു 3500 കണ്ടെയ്നേഴ്സ് ഉണ്ട്. 2500 മുതൽ 4500 കണ്ടെയ്നർ കയറുന്ന കപ്പലുകൾ ഇവിടെ വരാറുള്ളത്. ഇതിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അത്രത്തോളം തന്നെ താഴേക്ക് ഡെപ്ത് ഉണ്ട്. താഴെ കംപ്ലീറ്റ് സ്റ്റോറുകളാണ്. ഈ സ്റ്റോറിൽ നിന്ന് വെച്ചാണ് മേലെ വരെ വരുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു വൈറ്റ് ക്യാബിൻ ഉണ്ട്. ക്യാബിൻ ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. അതിനാണ് ക്യാപ്റ്റൻ ഇരിക്കുന്നത്. GPS റഡാർ സിസ്റ്റത്തിൽ സ്ക്രീനിൽ നോക്കിയിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടുത്തെ ആഴം 60 അടിയാണ്. അപ്പൊ ഒരു ഗാനം കൂടി നമുക്ക് കേട്ടോ. നമുക്ക് ക്ഷണിക്കാം നമ്മുടെ സ്വിംഗർ സുജിത് up to the floor. ആ ഷിപ്പിന്റെ പക്കൽ സൈഡിൽ അത് ഒരു ബാർജ് എന്ന് പറയുന്നത്. അതിൽ നിറയെ ഡ്രിങ്കിങ് വാട്ടറാണ്. ആ ഡ്രിങ്കിങ് വാട്ടർ ആ ഷിപ്പിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഉയർത്തി താഴത്തേക്ക് ഉണ്ടാവും എന്ന് അറിയണേ. ഈ മേലക്കിൽ ഉയർത്തി എത്ര താഴത്തേക്ക് വരുമോ?